ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജെ സ്നാപ്സ്. അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ മുടിയൊക്കെ വെട്ടി സുന്ദരനാണെന്ന് ഒരിക്കൽ കൂടി ഉറപ്പ് വരുത്തിയതാണ്. അങ്ങനെ ഡെൻമാർക്കിൽ വന്നിട്ട് മുടിയൊക്കെ വെട്ടി അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് എന്ന് വിചാരിച്ച അടുത്ത വീഡിയോ ഡെൻമാർക്കിലെ നമ്മുടെ ഒരു മന്ത്ലി എക്സ്പെൻസിനെ പറ്റി ചെയ്താലോ എന്ന് ചുമ്മാ പറഞ്ഞാൽ കേസ്. നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തത് ഡെൻമാർക്കിലോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം കുറേ പേര് നമുക്ക് മെസ്സേജ് അയച്ച്, അതല്ലെങ്കിൽ യൂട്യൂബിൽ കമൻ്റ് ആയിട്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഐ ഡിയിൽ മെസ്സേജ് ആയിട്ടും ചോദിച്ചു ഡെൻമാർക്കിലോട്ട് വരുമ്പോൾ ഇവിടെ എത്രത്തോളം ചിലവ് വരും, അതിപ്പോൾ സിംഗിളായിട്ട് വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഫാമിലിയിൽ കപ്പിളായിട്ട് വരുമ്പോൾ എത്രത്തോളം ചിലവ് വരും, ഓരോ കാര്യങ്ങൾക്കും ഇവിടെ എത്രത്തോളം എക്സ്പെൻസീവ് ആണ്, സാലറി കിട്ടുമ്പോൾ അതിൽ നിന്ന് ടാക്സ് ആയിട്ടൊക്കെ എന്തോരം പോകും, അങ്ങനെയുള്ള കുറേ കമൻറ്റുകളുണ്ട്. നമ്മൾ പറ്റുന്ന പോലെ എല്ലാവരോടും ഹെൽപ്പ് ചെയ്ത് അതുപോലെ തന്നെ തിരിച്ച് റിപ്ലൈയും കൊടുത്തു. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചവർക്ക് നമ്മൾ വാട്സാപ്പ് വഴിയും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ റിപ്ലൈ കൊടുത്തു. അപ്പോൾ കുറേ പേര് ചോദിച്ചു ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാമോ, അതിനെപ്പറ്റി ഓരോ കാര്യങ്ങൾക്കും എത്രത്തോളം ചിലവ് വരും എന്നൊക്കെ. അപ്പം അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മൾ 2 പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് നമ്മൾ സിംഗിളായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് ഇവിടെ എത്രത്തോളം ചിലവ് വരും, അതല്ല ഫാമിലി ആയിട്ട് ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഉള്ള ചിലവ് അതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. അപ്പം ആ 2 കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് 2 പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ചെറിയ 2 വീഡിയോ ആയിട്ട്, അല്ലെങ്കിൽ അത് വലിയൊരു ലെങ്തി വീഡിയോ ആയി പോകും. ഹൈ ഗൈസ്, അപ്പോൾ നമുക്ക് മന്ത്ലി എക്സ്പെൻസിനെ കുറിച്ച് നോക്കാം. സാധാരണ ഞാനും ശില്പ ഒരുമിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2-3 ആഴ്ച നമുക്ക് ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു. കാരണം ശില്പ എല്ലാ ദിവസവും ഓഫീസിൽ പോയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരുമിച്ച് 2 പേരെയും കിട്ടാൻ വീക്കെൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ സാറ്റർഡേ സൺഡേയിൽ ഒരു ദിവസം ക്ലീനിങ്, വാഷിങ്, അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്കിൽ 2-3 ദിവസത്തേനുള്ള ഒരുമിച്ച് കുക്ക് ചെയ്ത് വെക്കുക, അങ്ങനെയൊക്കെ പോവും. പിന്നെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയൊക്കെ അടുത്ത ദിവസം പുറത്ത് പോകും. അപ്പോൾ 2 പേർക്കൂടെ ഒരുമിച്ചിരുന്ന് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടാറില്ല മെയിനായിട്ടും. പിന്നെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഇവിടെ ലൈറ്റ് തീരെ കുറവാണ്. അതായത് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഏകദേശം ഇരുട്ടായി തുടങ്ങും. പിന്നെ രാവിലെ അതുപോലെ തന്നെ മൊത്തം ഒരു ഡാർക്ക് ലൈറ്റാണ് മൊത്തത്തിൽ. കാരണം മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് വെളിച്ചം തീരെ കുറവാണ്. അപ്പോൾ കിട്ടുന്ന അവസരത്തിൽ ഉച്ചയ്ക്ക് ഇച്ചിരി സമയം കിട്ടിയപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ മന്ത്ലി എക്സ്പെൻസിലോട്ട് പോകാം. ഗൈസ്, നമ്മുടെ മന്ത്ലി എക്സ്പെൻസിൻ്റെ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് തന്നെ അക്കോമഡേഷനാണ്. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് മാറി എങ്ങോട്ട് നിന്ന് കഴിഞ്ഞാലും നമ്മുടെ താമസത്തിന് വേണ്ടി നമുക്കൊരു സ്പേസും വേണം, അതിൻ്റേതായിട്ടുള്ള ചിലവുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഡെൻമാർക്കിലെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള അക്കോമഡേഷനുകൾ നമുക്ക് നോക്കാം. ഒന്ന്, നമുക്ക് ഷെയറിംഗ് ആയിട്ടുള്ള സ്പേസ് നോക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു 1 BHK. ഒരു സോളോ ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണിന് ഇത്രയും ഒരു ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇതിലേതെങ്കിലും ഒരു കാറ്റഗറി നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞങ്ങളുടെ സിനാരിയോയിൽ ഞങ്ങൾ ഡെൻമാർക്കിലോട്ട് വന്ന സമയത്ത് നമ്മൾ ഫേസ്ബുക്ക് വഴിയിട്ട് ഒരു മലയാളി ചേട്ടനുമായിട്ട് കോൺടാക്ട് ചെയ്ത് ആ ചേട്ടൻ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ട് നമുക്ക് ആദ്യം ഒരു മലയാളി ഫാമിലിയുടെ ഒരു വീട് തന്നെയാണ് അറേഞ്ച് ചെയ്ത് കിട്ടിയിരുന്നത്. ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ അക്കോമഡേഷനൊക്കെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടതുണ്ട്. കമ്പനി ആയിട്ടല്ല വരുന്നതെന്നുണ്ടെങ്കിൽ, കമ്പനിയുടെ വകയല്ല വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വന്ന ഉടനെ നമുക്ക് സ്റ്റേ ചെയ്യാൻ നമുക്കൊരു സ്ഥലം ആവശ്യമാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് സ്റ്റേയൊക്കെ നോക്കുമ്പോൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, ഡെൻമാർക്കിലോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്. അതിനകത്ത് പറയുന്നുണ്ട് നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കണം. കാര്യം ചിലപ്പോൾ അവർ നമ്മുടെ അഡ്വാൻസ് മേടിച്ചിട്ട് നമ്മളെ ചീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഫേസ്ബുക്ക് വഴി അല്ലെങ്കിൽ പല രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി അതിൻ്റെ ഡീറ്റെയിൽ മനസ്സിലാവും. നമ്മൾ എക്സ്പെൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഷെയറിംഗ് സ്പേസ് ആദ്യം എടുക്കാം. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ശില്പ പിന്നെ ഒരു ഷെയറിംഗ് സ്പേസിലോട്ട് മാറുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു ഡാഷ് പേഴ്സൻ്റെ ഒരു വീടാണ് നമുക്ക് കിട്ടിയിരുന്നത്. അത് എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് 2 റൂം ഉണ്ടായിരുന്നു. 2 റൂമിൽ ഒരു റൂമിൽ ആ പുള്ളി അതിൻ്റെ ഓണർ ഉണ്ടാവും, മറ്റേ റൂമിൽ പേഴ്സണലായിട്ട് ശില്പയ്ക്ക് ഉണ്ടാവും. കിച്ചണും വാഷ്റൂമും ഷെയറിംഗ് ആയിട്ടുണ്ടായിരുന്ന പോലെയാണ് ഉണ്ടായിരുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഷെയറിംഗ് ആയിട്ടുള്ള സ്പേസിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് തന്നെ 2 രീതിയിൽ വരാം. അന്ന് നമ്മളിപ്പോൾ ഡെൻമാർക്കിലെ ക്യാപിറ്റൽ ഏരിയ ആയിട്ടുള്ള കോപ്പൻഹേഗനിലാണുള്ളത്. ഇതൊരു സിറ്റി ഏരിയ പോലെയാണ്. അപ്പോൾ ഇവിടെ എക്സ്പെൻസ് കുറച്ച് കൂടുതലായിരിക്കും. അതല്ല നമ്മൾ കൺട്രി സൈഡിലോട്ട് മാറി നോക്കുവാണെങ്കിൽ എക്സ്പെൻസ് കുറച്ച് കുറവായിരിക്കും. എന്നാലും ഒരു ഏകദേശം ഒരു ഷെയറിംഗ് സ്പേസിന് നമുക്ക് ഡെൻമാർക്കിൽ വേണ്ടി വരുന്നത് 4000 മുതൽ 6000 വരെയാണ്. അതിപ്പോൾ കൺട്രി സൈഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഏകദേശം 4000 സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. അതുപോലെ ക്യാപിറ്റൽ ഏരിയയിലോട്ട് വരുമ്പോൾ അതൊരു 6000 എത്തുന്ന പോലെ ആയിരിക്കും. അത് 4000 മുതൽ 6000 DKK ആണ് വരുന്നത് നമ്മളൊരു ഷെയറിംഗ് സ്പേസ് നോക്കും. ഞാൻ ഡെൻമാർക്കിലോട്ട് വന്നതിന് ശേഷം അതുവരെ ശില്പം ഒരു ഷെയറിംഗ് സ്പേസിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം ഞങ്ങളൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് എടുത്ത് മാറി. അപ്പോൾ അതിൻ്റെ റേറ്റ് ഷെയറിംഗ് സ്പേസിന് വെച്ച് നോക്കുമ്പോൾ ഡിഫറൻ്റ് ആണ്. ഈ സിറ്റി ഏരിയ അല്ലെങ്കിൽ നമ്മൾ ദൂരോട്ട് മാറി കൺട്രി സൈഡിലോട്ടൊക്കെ മാറുമ്പോൾ ഉള്ള റേറ്റ് ഡിഫറൻസ് എല്ലാത്തിനും ബാധകമാണ്. അപ്പോൾ ഞങ്ങൾ ഈ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഏകദേശം അതിന് എക്സ്പെൻസ് വന്നത് മന്ത്ലി എക്സ്പെൻസ് എന്ന് പറയുമ്പം ഒരു 8600 ഒരു 9000 അടുത്താണ്. അപ്പോൾ ഏകദേശം നമുക്കൊരു സിറ്റി സെൻറ്ററിൽ ഒരു 8500 മുതൽ ഒരു 8000 മുതൽ ഒരു 10000 വരെ, ഇപ്പോൾ ഒരു 1 BHK ആണെങ്കിൽ ഒരു 12000 വരെയൊക്കെ നമുക്ക് സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ 1 BHK ആയിട്ട് കിട്ടും.
അതാണ് നമുക്കൊരു മന്ത്ലിയിൽ നമുക്ക് സ്റ്റേക്ക് അക്കോമഡേഷനായിട്ടും വരുന്നത്. ഇപ്പോൾ ഷെയറിംഗ് സ്പേസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, 1 BHK ആയിക്കോട്ടെ, ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് എക്സ്പെൻസ് വരുന്നത്. എക്സ്പെൻസിൻ്റെ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ട്രാവലാണ്. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് പോകണമെങ്കിലും അല്ലെങ്കിൽ സാധനങ്ങൾ മേടിക്കാനായിക്കോട്ടെ, ഓഫീസിലോട്ടായിക്കോട്ടെ, എവിടെയെങ്കിലും പോകണമെങ്കിലും നമുക്ക് ട്രാവലിൻ്റെ കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട്. ഇപ്പം ഡെൻമാർക്കിൽ മെയിനായിട്ടും സോണുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു സോണിൽ നിന്ന് മറ്റൊരു സോണിലോട്ട് പോകുന്നതിനോ അല്ലെങ്കിൽ ആ സോണിൽ തന്നെ ട്രാവൽ ചെയ്യുന്നതിനോ അനുസരിച്ചിട്ടാണ് അതിൻ്റെ റേറ്റ് ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ ഇവിടെ നോർമലായിട്ട് ബസ് ഉണ്ട്, അതുപോലെ തന്നെ ലോക്കൽ ട്രെയിൻസ് ഉണ്ട്, മെട്രോസ് ഉണ്ട്. അപ്പോൾ ഈ ഇതാണ് പബ്ലിക്കായിട്ട് നമുക്ക് ട്രാവലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പബ്ലിക് സർവീസ് ഉപയോഗിച്ച് നമ്മൾ ട്രാവൽ ചെയ്യുന്നതിന് നമുക്ക് വേണ്ടത്, നമുക്കൊന്നെങ്കിലും ഒരു ട്രാവൽ കാർഡ് എടുക്കാം. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിറ്റി സെൻറ്ററിൽ പോയി കഴിയുമോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും നമുക്ക് ട്രാവൽ സ്റ്റേഷനിൽ നമുക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ കാർഡ് എടുക്കാം. അതിൽ നമുക്ക് മന്ത്ലി റീചാർജ് ചെയ്യാൻ പറ്റും. അതല്ലാതെ റീചാർജ് ചെയ്ത് വെച്ച് നമുക്ക് ട്രാവൽ ചെയ്യുന്നതിനനുസരിച്ച് ഇഷ്ടമുള്ള പോലെ സ്വൈപ്പ് ചെയ്ത് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഡോട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഇതുപോലെ തന്നെ നമുക്ക് അതിൽ മന്ത്ലി റീചാർജ് ചെയ്ത് നമുക്ക് അത് വെച്ചിട്ടും ട്രാവൽ ചെയ്യാൻ പറ്റും. ഇവിടെ മെയിനായിട്ടും നമ്മൾ ഒരു സോണിൽ നിന്ന് മറ്റൊരു സോണിലോട്ട് ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് സോൺ 2-ലാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ടും സോൺ 1 അല്ലെങ്കിൽ സോൺ 2-ലോട്ടുള്ള ട്രാവലാണ് ഏറ്റവും കൂടുതൽ വരുന്നത് മന്ത്ലി ബേസിസ്. റെയർലിയാണ് നമ്മൾ പുറത്തോട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മലയാളം സിനിമ റിലീസ് ചെയ്തേക്കുന്നത് ഈ സോണിന് പുറത്തോട്ടുള്ള ഒരു സോൺ ആണെങ്കിൽ അത് മാത്രം. അപ്പോൾ നമ്മൾ അതിലോട്ട് മന്ത്ലി ടിക്കറ്റ് എടുക്കില്ല. ആ പോകുന്ന ടൈം മാത്രം നമ്മൾ കാർഡ് ജസ്റ്റ് സ്വൈപ്പ് ചെയ്തിട്ട് 1 ടൈം യൂസ് ആയിട്ട് യൂസ് ചെയ്യും. അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ മന്ത്ലി ടിക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം 2 സോണിലോട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് മന്ത്ലി ടിക്കറ്റ് ഏകദേശം ഒരു 510 അത്രയും DKK ആണ് നമുക്ക് മന്ത്ലി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വരുന്നത്. അതിപ്പോൾ കാർഡിൽ റീചാർജ് ചെയ്യുവാണ്, അല്ല ഡോട്ട് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണെങ്കിലും സെയിം എമൗണ്ട് ആണ് വരുന്നത്. കാർഡ് അല്ലെങ്കിൽ ഡോട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വഴി നമുക്ക് റീചാർജ് ചെയ്ത് ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ കാർഡ് എന്ന് പറയുന്നത് നമ്മൾ രജിസ്കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ ട്രാവൽ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന ട്രാവൽ കാർഡാണ്. അപ്പോൾ അതിൽ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബസ്സും ലോക്കൽ ട്രെയിനും ഫ്രീ ആയിട്ടുണ്ട്. ഒരു 1 ടൈം ട്രാവലിന് വെച്ചിട്ട് ഒരു 70 പ്രാവശ്യം മന്ത്ലി ട്രാവൽ ചെയ്യാൻ പറ്റുന്ന പോലെ നമുക്ക് മെട്രോയും യൂസ് ചെയ്യാം. 1 DKK പെർ ട്രാവലിന് വരുന്ന പോലെ നമുക്ക് മെട്രോയും യൂസ് ചെയ്യാം. അതല്ല ഡോട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് അതിനകത്ത് വരുന്നത് ലോക്കൽ ട്രെയിനും അതുപോലെ തന്നെ ബസ്സുമാണ്. ഈ പറയുന്ന നമ്മൾ ഏതൊക്കെ സോണാണ് ചൂസ് ചെയ്ത് അതിനകത്ത് അൺലിമിറ്റഡ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ സിനാരിയോയിൽ ഞാൻ ശില്പം മുമ്പ് ഡോട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിരുന്നു, അതുപോലെ തന്നെ ട്രാവൽ കാർഡും യൂസ് ചെയ്തിരുന്നു. ഞാൻ വന്നപ്പോൾ ആദ്യത്തെ 2 മാസം ഞാൻ ഡോട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തു. പിന്നെ എനിക്കധികം ട്രാവൽ വരുന്നുണ്ടായില്ല, കാരണം ഞാൻ വർക്ക് ഫ്രം ഹോം ഒക്കെ ആയിട്ടായിരുന്നു കൂടുതൽ ചെയ്യുന്നത്. അപ്പം ഞാൻ വെറുതെ മന്ത്ലി പാസ് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളൊരു സൈക്കിൾ എടുത്തത്. കാരണം ഞാൻ സൈക്കിൾ അത്യാവശ്യം യൂസ് ചെയ്ത് പോകുന്നുണ്ട്. പുറത്തോട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുമ്പം അങ്ങനെ സൈക്കിൾ യൂസ് ചെയ്താൽ മതി, വെറുതെ മന്ത്ലി പാസ് എടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലാണ് ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സോൺ നമുക്ക് മൾട്ടിപ്പിൾ സോൺ ആവശ്യമുണ്ടെന്നുള്ളത്, ചിലപ്പോൾ ഇച്ചിരി ദൂരെ ആയിരിക്കും നമ്മുടെ ഓഫീസ്, ഞങ്ങൾക്ക് അടുത്തായതുകൊണ്ടാണ് 2 സോൺ വേണ്ടി വരുന്നത്. 4 സോണിൽ കൂടെയൊക്കെ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1000-1500 ആ റേഞ്ചിലോട്ട് നമുക്ക് മന്ത്ലി ഇത് ആവശ്യം വരും നമുക്ക് ട്രാവൽ എക്സ്പെൻസിന് വേണ്ടി. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യുന്നതാണ്. ഇവിടെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള സിമ്മുകളും കാര്യങ്ങളും അവൈലബിൾ ആണ്. ഇപ്പം ഞങ്ങൾ ലെബാര എന്ന് പറയുന്ന ഒരു സിമ്മാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഞങ്ങൾ ചെയ്യുന്ന പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അത്യാവശ്യം ഞങ്ങൾ വൈഫൈ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അധികം നെറ്റ് വേണ്ടി വരില്ല. അപ്പോൾ ഒരു മന്ത്ലി 5 GB മതി. ജസ്റ്റ് പുറത്ത് പോകുമ്പോൾ പേയ്മെൻറ്റിനോ കാര്യങ്ങൾക്കോ അങ്ങനെ എന്തെങ്കിലും വേണ്ടി അത് ധാരാളമാണ് 5 GB എന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഒരു പാക്കേജാണ് ചൂസ് ചെയ്തേക്കുന്നത്. അതിനകത്ത് തന്നെ ഇവിടെ ഡെൻമാർക്കിൽ തന്നെ നമുക്കൊരു 5 hours കോൾ ചെയ്യാനുള്ളതുണ്ട്. 5 hours അല്ല, ഒരു 300 മിനിറ്റ്സ് കോൾ ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കോളും ഏകദേശം 300 മിനിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നോർമലി വീട്ടിലോട്ട് വാട്സാപ്പ് വഴിയാണ് വിളിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വിളിക്കാനും ഈ ഒരു പാക്കേജിലൂടെ പറ്റും. ഇത് ഒത്തിരി എക്സ്പെൻസീവ്, ഏകദേശം ഒരു 20 DKK പെർ മന്ത് മതി നമുക്ക് ഇത് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു പാക്കേജാണ് യൂസ് ചെയ്യുന്നത്. അതല്ലാതെ 50 DKK ഒക്കെ മാക്സിമം വരുന്നത് കൊണ്ട് അതിനനുസരിച്ചുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള 200 GB ഒക്കെ കിട്ടുന്ന പോലെ ഉള്ളതുണ്ട്. അപ്പോൾ അതാണ് ഏകദേശം ഒരു മൊബൈൽ റീചാർജിന് വരുന്ന എക്സ്പെൻസ്. അടുത്ത എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലാണ്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ താമസിച്ചിട്ട് പല ഓരോ മാസത്തെ എക്സ്പെൻസും കാര്യങ്ങളും യൂസ് ചെയ്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. ഇപ്പോൾ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഈ വീട്ടിലെ എക്സ്പെൻസ് വരുന്നതെന്ന് വെച്ചാൽ ലൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്കൊരു മിനി ഫ്രിഡ്ജ് ഉണ്ട്, നമ്മൾ മിക്സി യൂസ് ചെയ്യും, നമുക്ക് ലാപ്ടോപ്പ് ഉണ്ട്, 4 ലാപ്ടോപ്പോളം 2 പേരും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫോണും 4 ഫോണുകൾ മാറി യൂസ് ചെയ്ത് ചാർജ് ചെയ്യുന്നുണ്ട്. പിന്നെ അയൺ ബോക്സ് യൂസ് ചെയ്യുന്നുണ്ട്, മിക്സി ഉണ്ട്, ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഓവൻ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇടയ്ക്ക് ഹീറ്ററും യൂസ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടും നമുക്ക് ഏകദേശം ഒരു 150 മുതൽ 180 വരെയാണ് നമുക്ക് അതിൻ്റെ എക്സ്പെൻസ് വരുന്നത്, ഇലക്ട്രിസിറ്റിയുടെ എക്സ്പെൻസ് വരുന്നത്. ഇത് സോളോ ആയിട്ട് ജീവിക്കുന്ന രീതിയിലുള്ള എക്സ്പെൻസ് ആണ് പറയുന്നത്, ഒരാൾക്ക് മാത്രമുള്ള. അപ്പം 2 പേരാകുമ്പോൾ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ളതിൻ്റെ നമ്മൾ വേറെ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഡിഫറൻസ് വരും.
പിന്നെ വൈഫൈയുടെ എക്സ്പെൻസ് ആണ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണ്, IT റിലേറ്റഡ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും വൈഫൈയും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിന് ഏകദേശം 100 മുതൽ 150 വരെയാണ് വൈഫൈയുടെ മന്ത്ലി എക്സ്പെൻസ് വരുന്നത് പറയുന്നത്. ഇപ്പോൾ 2 പേർക്കുള്ള അല്ലെങ്കിൽ പാക്കേജ് ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇത്രയാണ് ഏകദേശം ആവറേജ് വരുന്നത്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് വാഷ് ചെയ്യാനും അതുപോലെ തുണി ഉണങ്ങാനും ഡ്രയർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ അപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ കോമൺ സ്പേസിൽ കുറേ വാഷിംഗ് മെഷീനുകൾ അതുപോലെ ഡ്രയർ ഉണ്ടാവും. നമുക്കത് മൊബൈൽ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും ഉണ്ടാവും. നമുക്ക് അതുവഴി പോയിട്ട് ബുക്ക് ചെയ്ത് നമുക്ക് അതിൽ നമുക്ക് മന്ത്ലി റീചാർജോ അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും റീചാർജ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ അതുവഴി നമുക്ക് ബുക്ക് ചെയ്ത് നമുക്ക് വാഷ് ചെയ്തിട്ട് വരാൻ പറ്റും. അപ്പോൾ ഏകദേശം നമുക്ക് അതിൻ്റെ ഒരു ചിലവ് വരുന്നത് വെച്ചാൽ സിംഗിളായിട്ട് താമസിക്കുന്ന സമയത്ത് 50 മുതൽ 70 വരെ 50 to 70 DKക്കാണ് നമുക്ക് മന്ത്ലി വാഷിങ്ങിനായിട്ടോ അത് ഡ്രൈയിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഡെയിലി അലക്കുന്നതിൻ്റെ കാര്യമല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ ഒരു സിനാരിയോ വെച്ച് നമ്മൾ വീക്ക്ലി വൺസ് ആണ് വാഷ് ചെയ്യുന്നത്. കാരണം ഡെയിലി യൂസ് ചെയ്യുന്നത് വാഷിംഗ് മെഷീനിലിട്ട് അങ്ങനെ അലക്കാനുള്ളതിൻ്റെ അത്ര വരുന്നില്ല. അപ്പോൾ നമ്മൾ വീക്ക്ലി വൺസ് എന്നുള്ള പോലെയാണ് വാഷ് ചെയ്യാറ്. അപ്പോൾ ഏകദേശം 50 to 70 DKക്കാണ് വരുന്നത്. അടുത്ത സിനാരിയോ എന്ന് പറയുന്നത് നമ്മൾ ഗ്രോസറീസും കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോഴാണ്. അപ്പോൾ മലയാളീസിനെ അല്ലെങ്കിൽ ഇന്ത്യൻസിനെ സംബന്ധിച്ച് ഡെൻമാർക്കിൽ വന്നിട്ട് എല്ലാ ഷോപ്പിലും നമുക്ക് ആവശ്യമുള്ള ഗ്രോസറീസ് കിട്ടിയെന്ന് വരില്ല. നമ്മുടെ ഇന്ത്യൻ സ്പെസിഫിക് സാധനങ്ങൾ മേടിക്കണമെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റുകളുണ്ട്. അത് കോപ്പൻഹേഗൻ ഞങ്ങളിപ്പോൾ താമസിക്കേണ്ട ക്യാപിറ്റലിലുണ്ട്. അതല്ലാതെ ഇന്ത്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ് എന്നാണ് കൂടുതലും പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പല മാർക്കറ്റുകളിൽ നമുക്കുള്ള ഐറ്റംസ് കിട്ടും. അതല്ല ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളുണ്ട്. നമ്മൾ മെയിനായിട്ട് പോകുന്നത് രമ 1000, അതുപോലെ തന്നെ 365 ഡിസ്കൗണ്ട്, ലിഡിൽ, നെറ്റോ, അങ്ങനെയുള്ള പല പല സൂപ്പർ മാർക്കറ്റുകൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വേണ്ട ബേസിക് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഒരു മന്ത്ലി നമുക്ക് സോളോ ആയിട്ട് നോക്കി കഴിയുമ്പോൾ ഈ പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ അതല്ല നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ആയിക്കോട്ടെ നമുക്ക് ഏകദേശം ഒരു എക്സ്പെൻസ് വരുന്നത് 500 to 700 DKക്കാണ് പെർ മന്ത് നമുക്ക് അതിൻ്റെ എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ ഒരു സിനാരിയോ എന്ന് പറയുന്നത് ഫുഡിനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ നമ്മൾ ഈ ഗ്രോസറി മേടിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്നുണ്ട്. അതല്ലാതെ നമ്മൾ ഔട്ട് സൈഡ് ഫുഡ് കഴിക്കുന്നു. അത് എത്രത്തോളം കഴിക്കുന്നു എന്നതിനനുസരിച്ചിട്ടിരിക്കും അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഡിഫറൻസ് വരുന്നത്. ഇപ്പം ഞങ്ങളുടെ ഒരു സിനാരിയോയിൽ നമ്മൾ വീക്ക്ലി വൺസ് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാറുണ്ട്. അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ കുക്ക് ചെയ്താണ് കഴിക്കുന്നത്. ആ ഒരു സിനാരിയോ വെച്ച് ഏകദേശം 300 to 500 DKക്കാണ് നമുക്ക് മന്ത്ലി എക്സ്പെൻസ് വരുന്നത് നമുക്ക് പുറത്ത് പോയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ ഞങ്ങൾക്ക് വരുന്ന സിനാരിയോ അല്ല, നമ്മളൊരു സിംഗിളായിട്ട് അല്ലെങ്കിൽ സിംഗിൾ പേഴ്സൺ ആയിട്ടുള്ള ചിലവാണ് പറയുന്നത്. അപ്പോൾ ഒരു 300 to 500 DKക്കിൽ നമുക്ക് മന്ത്ലി നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. അടുത്തത് നമ്മൾ എൻ്റർടൈൻമെൻറ്റോ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളും നടത്തുന്ന ഒരു സിനാരിയോ ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു മന്ത്ലി വൺസ് ഒരു ഫിലിം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 500 to 1000 DKക്ക് വരെ നമുക്കൊരു മന്ത്ലി. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഡിപ്പെൻഡ് ആയിട്ടിരിക്കും ചിലവ്. ഒരു ബേസിക് കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ചിലവാക്കുവാണെങ്കിൽ 500 to 1000 കണക്കാക്കാം നമുക്ക് ഇവിടുത്തെ പുറത്തും കാര്യങ്ങൾക്ക് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി. വീഡിയോ എടുക്കുമ്പോൾ മെയിനായിട്ട് ഓർക്കാനുള്ള കാര്യം മുടി വെട്ടിയപ്പോഴാണ്. ഇവിടെ മുടി വെട്ടുന്നതിന് എക്സ്പെൻസ് എന്ന് പറയുന്നത് 300 500 എന്ന് അങ്ങനെ പോകും. DKക്കിലാണ് പറയുന്നത് 300 to 500 എന്ന് അങ്ങനെ പറയുന്ന പോലെ. അപ്പോൾ ഞാൻ കുറേ എടുത്ത് ഇങ്ങനെ തപ്പി നടന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ എക്സ്പെൻസീവ് ആയിട്ട് തോന്നി മിക്കയിടത്തും. കാരണം അങ്ങനെ ഞാൻ പലയിടത്തും വിളിച്ച് ചോദിച്ചിട്ട് അവസാനം ഞാനൊരു 200 DKക്കാണ് ഇപ്പോൾ മുടി വെട്ടിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ എക്സ്പെൻസ് കൂടെ കൂട്ടാം. അപ്പം മന്ത്ലി മുടി വെട്ടുന്നവരുണ്ടാവും അല്ലെങ്കിൽ 2 മാസം കൂടി മുടി വെട്ടുന്നവരുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് വരും മുടി വെട്ടുന്നത്. ബോയ്സിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്, സോറി. ലേഡീസൊക്കെ ആണെങ്കിൽ എപ്പോഴും കട്ട് ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല. അത് ഏകദേശം 500 to 1000 1500 ആ റേഞ്ചിലായിരിക്കും കണ്ടിരുന്നത്. 1-2 എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ റേറ്റും കണ്ടത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കണക്കാക്കാം. നമ്മൾ മന്ത്ലി എക്സ്പെൻസ് പറയുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഡെൻമാർക്കിലെ ടാക്സിൻ്റെ കാര്യം. മെയിനായിട്ട് എല്ലാവർക്കും ഡൗട്ടുള്ള കാര്യമായിരിക്കും ടാക്സ്. ഇപ്പോൾ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ തന്നെ വൺ ഓഫ് ദ ഏറ്റവും കൂടുതൽ ടാക്സ് പെർസെൻറ്റേജ് വരുന്ന ഒരു കൺട്രിയാണ് ഡെൻമാർക്ക്. പറയുമ്പോൾ തന്നെ ഏകദേശം ഒരു 50 to 55% ഇവിടെ ടാക്സ് വരുന്നുള്ള രീതി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് റഫായിട്ടൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ടാക്സ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. നമുക്ക് അതിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സാലറി അതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ മന്ത്ലി ആണോ വീക്ക്ലി ആണോ ആനുവലി ആണോ എന്നുള്ളത് പറയുക. അതുപോലെ തന്നെ നമ്മുടെ പ്ലേസ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ കോപ്പൻഹേഗനോ അല്ലെങ്കിൽ ആൽബോർഗോ പോലെയുള്ള ഡെൻമാർക്കിൽ ഏത് പ്ലേസാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതും കൂടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് അവരതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഡിവിഷൻസ് അതുപോലെ നമുക്ക് ആഫ്റ്റർ ടാക്സ് നമുക്ക് എത്രത്തോളം വരും എന്നുള്ളത് കാണിച്ചു തരുന്നതായിരിക്കും. അത് വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 40,000 DKക്ക് പെർ മന്ത് സാലറി ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഏകദേശം ടാക്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ കോപ്പൻഹേഗൻ ഏരിയയിലാണെങ്കിൽ ടാക്സ് കഴിഞ്ഞിട്ട് ഏകദേശം 26 to 28,000 DKക്കാണ് നമുക്ക് ആഫ്റ്റർ ടാക്സ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുക. 40,000 DKക്കാണ് സാലറി എങ്കിൽ 26 to 28
DKK ആയിരിക്കും നമുക്ക് ടാക്സ് കഴിഞ്ഞിട്ട് കിട്ടുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. 1000-ന്റെ ഉള്ളിലുള്ള വേരിയേഷൻസ് പ്ലേസ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരും. പക്ഷേ ഏകദേശം ഇതാണ്. നമുക്ക് കൂടുതൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ആ ടാക്സ് കാൽക്കുലേറ്റർ വെച്ചിട്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഏജൻസി വഴിയൊക്കെയാണ് പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നവരുള്ളവർ അവരോട് പറയുന്ന സാലറി ഒക്കെ ഒന്ന് കൺഫേം ചെയ്യുക. ആഫ്റ്റർ ടാക്സ് ആണോ അതിന് മുമ്പുള്ള ബിഫോർ ടാക്സ് ഉള്ള സാലറി ആണോ അവർ പറയുന്നതെന്നുള്ളതൊക്കെ ഒന്ന് കൺഫേം ചെയ്ത് നോക്കുക. കാറ്റഗറി ഏകദേശമൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ റെന്റ്, ട്രാവൽ, മൊബൈൽ റീചാർജ്, വൈഫൈ, അതുപോലെ തന്നെ വാഷിങ്, അതുപോലെ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ്, ഗ്രോസറി, ഔട്ട്സൈഡ് ഫുഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തു. അപ്പോൾ എക്സ്ട്രാ ആയിട്ടൊരു 300 കൂടെ നമ്മൾ ഇട്ട് കയ്യിൽ നിന്നിട്ട് കൂട്ടുവാണെങ്കിൽ നമുക്കൊരു മന്ത്ലി ഏകദേശം ഒരാൾക്ക് ഒറ്റയ്ക്ക് ഡെൻമാർക്കിൽ ഒരു ബേസിക് നീഡ്സ് ഒക്കെ കവർ ചെയ്ത് വരുമ്പം ഒരു 8,000 മുതൽ 12,000 വരെയാണ് നമുക്ക് മന്ത്ലി എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റുന്നത്. അതിപ്പോൾ റേഞ്ച് വ്യത്യാസം, അതായത് നമ്മൾ താമസിക്കുന്ന ഏരിയയുടെ ഡിഫറൻസ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. സിറ്റി ഏരിയയും അതുപോലെ തന്നെ ദൂരോട്ട് മാറുന്നതനുസരിച്ച് ഇതെല്ലാത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം. അപ്പോൾ ഏകദേശം നമ്മൾ കണക്കാക്കുമ്പോൾ 8,000 to 12,000 ആണ് നമ്മുടെ ചിലവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാതെ ചിലപ്പോൾ വിട്ടുപോയ കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ഇടുക. അപ്പോൾ നമുക്കത് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ കപ്പിളായിട്ടുള്ള ചിലവുകളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് പുറകെ തന്നെ ഇത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ രണ്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. പിന്നെ തൊട്ട് മുമ്പ് ഇങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കൊടുക്കാം. അപ്പോൾ അത് കണ്ട് ഇത് നോക്കുമ്പോൾ വീടൊക്കെ സെലക്ട് ചെയ്യുന്നതിനെ പറ്റി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇവിടുത്തെ എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെ ഒരു വീഡിയോ കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് സമയവും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ എല്ലാവരെയും വീഡിയോ കാണുക. അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. പറ്റുന്ന പോലെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു, ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ.